നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th മാത്സിലെ 3rd ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ആണ്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് നമുക്കൊരു പ്രോബ്ലം തരും, അത് വെച്ച് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അത് സോൾവ് ചെയ്യണം. അതിലെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തതാണ്. ഇനി 3rd, 4th ആൻഡ് 5th ഈ 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 3rd ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The sum of the digits of a 2-digit number is 9. ഒരു 2-digit നമ്പർ ആണ്, അതിൻ്റെ ഡിജിറ്റ്സുകളുടെ സം എന്ന് പറയുന്നത് 9 ആണ്. ഓൾസോ 9 times its number is twice the number obtained by reversing the order of the digits. അപ്പോൾ അതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 9 times this number is twice the number reversing the number. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ നമ്പറുകൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ 2-digit നമ്പർ ആണല്ലേ. ഇപ്പോൾ 1's പ്ലേസിൽ നമുക്ക് x എന്ന് എടുക്കാം, 10's പ്ലേസിലുള്ള ഡിജിറ്റ്സിന് y എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പർ എന്തായിരിക്കും? നമ്പർ ഈസ് ഈക്വൽ ടു 10's പ്ലേസിൽ y ആണല്ലേ. അപ്പോൾ നമ്മൾ 10y, കാരണം അതിൻ്റെ വാല്യൂ 10 ആണല്ലേ, 10y 10's പ്ലേസ് ആണ്. അപ്പോൾ 10y പ്ലസ് 1's പ്ലേസിൻ്റെ വാല്യൂ 1 കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് x എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ നമ്പർ 10y പ്ലസ് x ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെയൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്പർ എടുക്കേണ്ടത്. 1's പ്ലേസ് എക്സും 10's പ്ലേസ് y ആണെങ്കിൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 10y പ്ലസ് x ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 9. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ്സ് ഏതാണ്? ഒന്ന് എക്സും ഒന്ന് വൈയും. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടണം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 9. ഇനി ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാ? റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 10y പ്ലസ് എക്സ് എന്നുള്ളത് 10x പ്ലസ് വൈ എന്നാവും അല്ലേ, 10x പ്ലസ് വൈ എന്നായിരിക്കും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 9 ടൈംസ് ദിസ് നമ്പർ. അപ്പോൾ 9 ടൈംസ് ഈ നമ്പർ ഏതാ? നമ്മുടെ ആദ്യത്തെ നമ്പർ 10y പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പോൾ ഓർഡർ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10x പ്ലസ് വൈ, അതിൻ്റെ ട്വൈസ്, അതായത് 2 ടൈംസ് അതിന് ഈക്വൽ ആണെന്ന് കണ്ടോ. ഈ നമ്പറിൻ്റെ ആദ്യത്തെ നമ്പറിൻ്റെ 9 ടൈംസ് എന്ന് പറയുന്നത് അതിനെ റിവേഴ്സ് ചെയ്യുന്ന നമ്പറിൻ്റെ 2 ടൈംസ് ആണ്. അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കണ്ടുപിടിക്കാം. അപ്പോൾ 9 ഇൻറ്റു, നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം അല്ലേ. 9 ഇൻറ്റു 10y 90y പ്ലസ് 9x വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10x 20x പ്ലസ് 2y, 20x പ്ലസ് 2y. എക്സും വൈ ഒക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ പിന്നെ നമ്പേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ 90y പ്ലസ് 9x മൈനസ് 20x മൈനസ് 2y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കിയേ, 90y മൈനസ് 2y, അപ്പം 88y മൈനസ് 20x പ്ലസ് 9x, അപ്പം മൈനസ് നമുക്ക് 11x വരും. മൈനസ് 11x ഇസ് ഈക്വൽ ടു 0. നമ്മളെപ്പോഴും പക്ഷേ എക്സ് ആദ്യം പറയാറ് അല്ലേ, അതുകൊണ്ട് എക്സിൻ്റെ ടേം ആദ്യം ഇടുക. 11x, അപ്പോൾ നമുക്ക് ആ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈനസ് 11x ആവുമ്പോൾ പ്ലസ് 88y എന്താവും? മൈനസ് 88y ആവും ഇസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമ്മുടെ ഇതിനെല്ലാത്തിനും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവ് ആവും. ഇതിന് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. രണ്ടിലും 11 കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെ എക്സ് മൈനസ് 88ൽ 11 8 ടൈംസ് 8y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 11 കൊണ്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അത് ഇക്വേഷൻ നമ്പർ 2. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9ഉം ഇത് എക്സ് മൈനസ് 8y ഇസ് ഈക്വൽ ടു 0യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എഴുതാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9, എക്സ് മൈനസ് 8y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2x വരും. അപ്പോൾ നമുക്കത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0 ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എലിമിനേറ്റ് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പ്ലസ് വൈയും ഇതിപ്പോൾ പ്ലസ് 8y ആയി. അപ്പോൾ പ്ലസ് 9y ഇസ് ഈക്വൽ ടു 9 മൈനസ് 0 9. അപ്പോൾ എന്ത് കിട്ടി? 9y ഇസ് ഈക്വൽ ടു 9 പറയുമ്പം y ഇസ് ഈക്വൽ ടു 9. ഈ 9 ഇവിടെ താഴത്തേക്ക് വരും അല്ലേ. 9/9 എത്രയാണ്? 1. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. ഈ 1 എന്നുള്ള വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം അല്ലേ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 9ൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 9 ഇസ് ഈക്വൽ ടു 9. എക്സ് ഇസ് ഈക്വൽ ടു 9 പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8ഉം വൈയുടെ വാല്യൂ 1 ആണ്.
അപ്പോൾ നമ്മുടെ നമ്പർ എന്തായിരുന്നു 10y + x. അപ്പോൾ അതിലിട്ട് നോക്കിയാൽ 10 × y എത്രയാണ് 1 + x 8 ആണ്. 10 × 1 10. അപ്പോൾ 10 + 8 അതായത് 18. അപ്പോൾ 18 ആണ് നമ്മുടെ വാല്യൂ. കണ്ടോ? അപ്പോൾ 18 ആണ് നമ്മുടെ നമ്പർ. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. മീന വെന്റ് ടു എ ബാങ്ക് ടു വിഡ്രോ ₹2000. 2000 rupees വിഡ്രോ ചെയ്യാൻ വേണ്ടി മീന ബാങ്കിലേക്ക് പോയി. അപ്പോൾ അവൾ കാഷ്യറുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ 2000 rupeesൽ ഓൺലി 50യുടെയും 100ൻ്റെയും നോട്ട്സ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ അത് കൊടുത്തു. അപ്പോൾ മീനയ്ക്ക് അങ്ങനത്തെ 25 നോട്ട്സ് കിട്ടി, എല്ലാം കൂടിയിട്ട് 50യും 100ഉം കൂടിയിട്ട്. 50യുടെയും 100ൻ്റെയും മാത്രമേ കൊടുത്തുള്ളൂ, രണ്ടും കൂടിയിട്ട് 25 നോട്ട്സ് ഉണ്ടായിരുന്നു. നമ്പർ 25 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 50 rupeesൻ്റെ എത്ര നോട്ട് ഉണ്ട്, 100 rupeesൻ്റെ എത്ര നോട്ട് അവൾക്ക് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 50 rupeesൻ്റെ നോട്ട്സിന് നമുക്ക് നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ₹50 നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് എണ്ണം കിട്ടി 50 rupeesൻ്റെ. അതുപോലെ 100 rupeesൻ്റെ നോട്ട്സ് എത്ര എണ്ണം കിട്ടി, വൈ എണ്ണം. ഒരു നമ്പർ ആണെന്ന് വിചാരിച്ചെടുക്കുക, നമുക്കത് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തു. ഇവിടെ ടോട്ടൽ നോട്ട്സ് എത്ര പറഞ്ഞിട്ടുണ്ട്, 25 നോട്ട്സ് അവൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതായത് ഈ എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും, 25. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി അവിടെ തന്നിരിക്കുന്ന വേറൊരു കണ്ടീഷൻ, അവിടെ റുപ്പീസ് എത്രയാണ്, 2000 rupees ആണല്ലേ ടോട്ടൽ. അപ്പം എക്സ് എന്ന് പറയുന്നത് 50 അല്ലേ. അപ്പോൾ 50 × x + y എന്ന് പറയുന്നത് 100ൻ്റെ നോട്ട്സ് ആണ്. അപ്പോൾ 100 × y വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്ര വാല്യൂ ഉണ്ട് അതിന്, 2000 rupees. ഇപ്പോൾ നോക്കിയേ, 50യുടെ 5 നോട്ട്സ് അല്ലെങ്കിൽ 100ൻ്റെ 10 നോട്ട്സ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടണം. അപ്പോൾ എക്സും വൈ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളത് എക്സും വൈ ആയിട്ട് എടുത്തു. എക്സ് എന്ന് പറയുന്നത് 50ൻ്റെ നോട്ട്സും വൈ എന്ന് പറയുന്നത് 100ൻ്റെ നോട്ട്സ് ആണ്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 2000 ആണ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് 50 വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം എല്ലാത്തിനെയും. അപ്പം ഇവിടെ എക്സ് വരും, 100ൽ 50 2 ടൈംസ്, 2000ൽ 50 എന്ന് പറയുന്നത് 40 ടൈംസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി, x + 2y = 40. സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, x + y = 25 ആണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. അല്ല, x + y = 25. ഇതെന്ന് പറയുന്നത് x + 2y = 40. അപ്പോൾ നമുക്കിതിനെ സബ്ട്രാക്ട് ചെയ്യാം. ഒന്നുകിൽ 2 - 1 ചെയ്യാം, കാരണം സെക്കൻഡ് ഇക്വേഷൻ കുറച്ചുകൂടി വലുത്. അപ്പോൾ 2 - 1 ചെയ്യാം, അല്ലെങ്കിൽ 1 - 2 ചെയ്യാം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പറ്റും. അപ്പോൾ ഇത് മൈനസായി, എല്ലാം നമ്മൾ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. x - x 0 ആയി പോയി. ഇവിടെ y - 2y ആണ്. അപ്പോൾ -y = 25 - 40 - 15. -y = -15. അപ്പോൾ y = എന്ത് കിട്ടും, 15. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ x + y = 25 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ അറിയില്ല, y എന്ന് പറയുന്നത് 15 വിച്ച് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ x ഈസ് ഈക്വൽ ടു 25 + 15 അങ്ങോട്ട് പോകുമ്പോൾ -15. 25 - 15 എന്ന് പറയുമ്പോൾ 10. അപ്പോൾ x 10, y എന്ന് പറയുന്നത് 15. അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് എന്തായിരുന്നു, ₹50 അല്ലേ. 50 rupeesൻ്റെ നമ്പർ ഓഫ് നോട്ട്സ് ആണ്. അപ്പോൾ അത് എത്ര എണ്ണം കിട്ടി നമുക്ക്, 10 എണ്ണം. അപ്പോൾ 50 rupees 10 എണ്ണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 100ൻ്റെ നോട്ട്സ് എത്രയുണ്ടായിരുന്നു, 15 എണ്ണം. അങ്ങനെ ടോട്ടൽ 25 നോട്ട്സ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ഒരു ലെൻഡിംഗ് ലൈബ്രറി ഹാസ് എ ഫിക്സഡ് ചാർജ് ഫോർ ദ ഫസ്റ്റ് 3 days ആൻഡ് ആൻ അഡീഷണൽ ചാർജ് ഫോർ ഈച്ച് ഡേ ദെയർ ആഫ്റ്റർ. അപ്പോൾ ഒരു ലൈബ്രറിയിൽ നമ്മൾ ബുക്ക് എടുക്കാൻ പോകുമ്പോൾ 3 days വരെ നമുക്ക് ആ ബുക്ക് വയ്ക്കാം. അതിനൊരു ഫിക്സഡ് ചാർജാണ്. ഇപ്പോൾ 10 rupees 20 rupees അങ്ങനെ. അത് ഫസ്റ്റ് ഡേ ആയാലും സെക്കൻഡ് ഡേ ആയാലും തേർഡ് ഡേ വരെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഫിക്സഡ് ചാർജ് കൊടുത്താൽ മതി. പക്ഷേ തേർഡ് ഡേ കഴിഞ്ഞിട്ട് നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ദിവസം അത് കയ്യിൽ വെക്കുന്നു, ഓരോ ദിവസത്തിനും അവർ ഒരു എക്സ്ട്രാ പൈസ അവർ നമ്മളെ കയ്യിൽ മേടിക്കും. അപ്പോൾ ചിലപ്പോൾ അത് 5 rupees ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു അഡീഷണൽ 2 days കൂടി വെച്ച് കഴിഞ്ഞാൽ 5 + 5 10 കൂടി ഈ ഫിക്സഡ് ചാർജിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സരിത 27 rupees ഒരു ബുക്കിന് വേണ്ടി പേ ചെയ്യേണ്ടി വന്നു. അവൾ 7 days ആണ് ആ ബുക്ക് കയ്യിൽ വെച്ചത്. വൈൽ സൂസി കൊടുത്തത് 21 rupees ആണ്. അവളെ ബുക്ക് കയ്യിൽ വെച്ചത് 5 days ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈബ്രറിയിലത്തെ ഫിക്സഡ് ചാർജ്, അതായത് 3 days വരെ ഒരു ഫിക്സഡ് ചാർജ് ആണല്ലോ, അതിനുശേഷം ഓരോ ദിവസത്തിന് വരുന്ന എക്സ്ട്രാ ചാർജ് എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ദ ചാർജ് ഫോർ ഫസ്റ്റ് 3 days ഫിക്സഡ് ചാർജ് ആണല്ലോ, അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. പിന്നെ ഓരോ ദിവസത്തിനും അഡീഷണൽ ചാർജ് വരുന്നത് നമുക്ക് വൈ ആയിട്ടും എടുക്കാം. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് 2 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ഇക്വേഷൻ ഫോം ചെയ്യാം.
സരിത 27 റുപ്പീസ് കൊടുത്തു. അവൾ 7 days ആണ് എന്ത് ചെയ്തത്, ബുക്ക് അവളുടെ കയ്യിൽ വെച്ചത്. അപ്പോൾ 3 days വരെ ഫിക്സ്ഡ് ചാർജ് ആണ്. അപ്പോൾ എക്സ് റുപ്പീസ് അവൾ കൊടുക്കണം. പിന്നെ 3 days കഴിഞ്ഞിട്ട് 7 days എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് അവൾ 4 days ആ ബുക്ക് കൂടുതലായിട്ട് കയ്യിൽ വെച്ചു അല്ലേ. അപ്പോൾ 4 daysന് അവൾ എത്ര കൊടുക്കണം, ഒരു ദിവസത്തിന് y വെച്ചിട്ട് 4 daysന് 4y റുപ്പീസ് അവൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഈ ഫിക്സ്ഡ് ചാർജും 4 days എക്സ്ട്രാ വെച്ചതിൻ്റെ 4y റുപ്പീസും കൂടിയിട്ട് അവൾ എത്ര കൊടുത്തു, 27 റുപ്പീസ് കൊടുത്തു. കണ്ടോ, നമ്മൾ ഇക്വേഷൻ ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സൂസി ഒരു ബുക്ക് 5 days വെച്ചു, 21 റുപ്പീസ് ആണ് അവളെ കൊടുത്തത് ടോട്ടൽ. അപ്പം 3 daysന് വേണ്ടിയിട്ടുള്ള എക്സ് റുപ്പീസ് അത് ഫിക്സ്ഡ് ആണ്. പിന്നെ 5 days അവളെ കയ്യിൽ ബുക്ക് വെച്ചല്ലേ, അപ്പോൾ എക്സ്ട്രാ 2 days അവൾ ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 daysന് ഒരു ദിവസത്തിന് y വെച്ചിട്ട് 2 daysന് 2y. എത്ര രൂപയാണ് കൊടുത്തത് അവൾ ടോട്ടൽ, 21 റുപ്പീസ്. കണ്ടോ, നമ്മൾ 2 ഇക്വേഷൻ അവിടെ ഫോം ചെയ്തു. രണ്ടിലും എക്സ് കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്കത് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എക്സ് മൈനസ് എക്സ് 0, 4y മൈനസ് 2y എന്ന് പറയുമ്പം 2y, 27 മൈനസ് 21 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ y is equal to 6. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 6/2 എത്രയാണ്, 3. അപ്പോൾ ഈച്ച് ഡേ ഒരു ദിവസത്തിനുള്ള അഡീഷണൽ ചാർജ് എന്ന് പറയുന്നത് 3 റുപ്പീസ് ആണെന്ന് കിട്ടി. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് 2y is equal to 21 ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് 2 into y എത്രയാണ്, 3, which is equal to 21. എക്സ് പ്ലസ് 2 3s are 6, which is equal to 21. എക്സ് is equal to 21 പ്ലസ് 6 ഇങ്ങോട്ട് വരുമ്പോൾ -6. അപ്പോൾ എക്സ് is equal to 21 minus 6 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ 3 days വയ്ക്കാനുള്ള ഫിക്സ്ഡ് ചാർജ് 15 റുപ്പീസ് ആണ്. അതിനുശേഷം ഓരോ ദിവസത്തിന് എക്സ്ട്രാ ചാർജ് എത്ര കൊടുക്കണം, 3 റുപ്പീസ്. അപ്പോൾ നോക്കിയാൽ 2 daysന് വെച്ചപ്പോൾ 6, അപ്പോൾ 15 + 6 21 റുപ്പീസ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാം. നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണെന്നും കൂടി നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു എക്സസൈസ് ഇവിടെ അവസാനിക്കുകയാണ്. എക്സസൈസ് 3.3 അതേപോലെ തന്നെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ കുറച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് എക്സാമിന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്